ഇനി അർച്ചനയിടത്തി തിരിച്ചു വരുമെന്ന് ഇവിടെ ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. സച്ചേട്ടൻ മാത്രാ ഏടത്തി തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചു പറയുന്നേ. അതാ ഭർത്താവിന്റെ സ്നേഹം. പിന്നെ ഞാൻ മരിച്ചിട്ടില്ല എന്നറിയാവുന്നത് സച്ചേട്ടന് മാത്രല്ലേ. മോളിരിക്കെ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എല്ലാം കൂടെ പിള്ളേര് കൂട്ടിയെ കൂടില്ല. മോളിരിക്കെ. അച്ഛാ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. അച്ഛന്റെ മുമ്പിൽ പോലും ആൾമാറാട്ടം നടത്തി എനിക്ക് വരേണ്ടി വന്നു. അധികം താമസിയാതെ എല്ലാം അവസാനിപ്പിച്ച് മോളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. സച്ചേട്ടന്റെ കാര്യത്തിലാണ് അച്ഛന്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് എനിക്കറിയാം. ഇനി അധികം നാൾ സച്ചേട്ടനെ ഞാൻ സങ്കടപ്പെടുത്തില്ല. ആയിഷ, അങ്ങനെ ഒടുവിൽ നമ്മൾ കണ്ടുമുട്ടിയല്ലേ? ഞാനിങ്ങെത്തുമ്പോഴേക്കും താൻ പോയി കളയുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇല്ല, ചടങ്ങൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇങ്ങനൊരു കഥാപാത്രത്തെക്കുറിച്ച് ഇവിടെയുള്ളവർ വാദോരാതെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ കണ്ടല്ലോ, സന്തോഷം. ആ മോളെ, ആരതി മോൾ എത്തിയോ? എന്തിനാ ഇന്ന് കോടതി പോയത്? നേരെ ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ ഞാൻ സച്ചി അങ്ങോട്ട് വിടത്തില്ലായിരുന്നോ? ഇപ്പൊ തന്നെ എത്താൻ പറ്റിയത് ഭാഗ്യം. അല്ല, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ലേ? ഇപ്പൊ പരിചയപ്പെട്ടു. അമ്മേ, സച്ചി എവിടെ? മുറിയിലിരിപ്പുണ്ട്. മോൾ അങ്ങോട്ട് ചെല്ലേ ചെല്ലേ. ഞാനിന്ന് സച്ചിയെ കണ്ടിട്ട് വരാം. എന്റെ സച്ചിമോന്റെ താങ്ങും തണലുവാ ഇപ്പൊ ആരതി മോള്. മോക്കറിയോ, അച്ചുമോള് പോയതിനു ശേഷം സച്ചി ഒന്ന് ചിരിച്ചു കണ്ടത് ആരതി മോള് വന്നതിന് ശേഷമാ. അയ്യോ, ഞാൻ മോക്ക് കുടിക്കാനെടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. ഇപ്പൊ എടുക്കേ. ഈശ്വര, അമ്മയുടെ മനസ്സിൽ ആരതിയെ സച്ചേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണേ. ഇവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വക്കീലിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളേ. കേക്കണ്ടേ? വക്കീലിന്റെ കോടതിയിൽ തിരക്കൊന്നും അമ്മയ്ക്കറിയില്ല. അതിന് ഇവിടെ വരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് സച്ചിയോട് ആരാ പറഞ്ഞത്? എനിക്കറിയാലോ വക്കീലിന്റെ തിരക്ക്. അതെ, എനിക്ക് ഓഫീസിൽ പോണം, കോടതിയിൽ പോണം, കക്ഷികളെ കാണണം, കേസ് വാദിക്കണം. അങ്ങനെ നോക്കുമ്പോ തിരക്ക് ഒരുപാടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരാൻ എനിക്ക് തിരക്കൊന്നും ഒരു പ്രശ്നമല്ല. അത് വക്കീലിന്റെ നല്ല മനസ്സ്. എന്നിട്ട് ആ മനസ്സ് സച്ചിക്ക് എന്താ മനസ്സിലാവാത്ത? എല്ലാം മനസ്സിലാക്കിയിട്ടും സച്ചി ഒന്നും അറിയാത്ത പോലെ നടിക്കുവോ?
സച്ചിക്ക് അറിയാവോ ഇവിടേക്ക് വരുന്നതും സച്ചിയെ കാണുന്നതും അല്ല നിങ്ങളെയൊക്കെ കാണുന്നതും എനിക്ക് എന്ത് സന്തോഷാന്നറിയോ? മനസ്സിലൊരു വിഷമം വന്നാലും സന്തോഷം വന്നാലും ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ വിളിക്കാതെ എപ്പോഴും ഇങ്ങോട്ട് വലിഞ്ഞേറി വരുന്നത് മര്യാദയല്ലല്ലോ. ആ, വിളിക്കാതെ വരുന്നുണ്ട്, എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ടാ എന്തെങ്കിലും പറഞ്ഞ് അമ്മ വിളിക്കുമ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാ. സച്ചി അർച്ചനയുടേതാണെന്ന് എനിക്കറിയാം, ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ലെന്നും അറിയാം. എന്നാലും എന്റെ മനസ്സിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതാരും അറിയാതെ എനിക്ക് കൊണ്ട് നടക്കാമല്ലോ. മനസ്സിൽ ഉറച്ചു പോയതൊന്നും എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറിച്ചു കളയാൻ പറ്റുന്നില്ല സച്ചി. വക്കീലെ, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വക്കീലിന് ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതി പറഞ്ഞതാ. എന്റെ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു. പെണങ്ങല്ലേ വക്കീലെ? എന്തു ചേച്ചി, ബോറടിച്ചോ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. ആരതി ചേച്ചിയെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. സച്ചേട്ടൻ അല്ല, കുട്ടിയുടെ ഏട്ടന്റെ മുറിയിലേക്ക് പോയി. സത്യം പറയാലോ ചേച്ചി, സച്ചേട്ടൻ ഇപ്പൊ ആകെയുള്ള ഒരു കരുത്ത് ആരതി ചേച്ചിയാ. ഞങ്ങളുടെ കേസ് വാദിക്കുന്ന വക്കീലായിട്ടാണ് വന്നതെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരതി ചേച്ചി ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ, പ്രത്യേകിച്ച് സച്ചേട്ടന്. അതെന്താ അങ്ങനെ? പാവം സച്ചേട്ടൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അർച്ചനയിടത്തേക്ക് വേണ്ടി ഉരുകി ഉരുകിയാ ജീവിക്കുന്നത്. ഇനി അർച്ചനയിടത്ത് തിരിച്ചു വരുമെന്ന് ഇവിടെ ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. സച്ചേട്ടൻ മാത്ര ഏടത്തി തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. അതാ ഭർത്താവിന്റെ സ്നേഹം. പിന്നെ ഞാൻ മരിച്ചിട്ടില്ല എന്നറിയാവുന്നത് സച്ചേട്ടന് മാത്രല്ലേ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾ എന്നെ അന്വേഷിച്ചെന്നേ വന്നേനെ. അമ്മയുടെ മോൾ അമ്മയെ കാണാൻ ഈ കൺമുന്നിൽ തന്നെ വന്ന് നിൽക്കല്ലേ. പക്ഷെ സ്വന്തം രൂപത്തിൽ വരാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ലല്ലോ അമ്മ.